യമ്മിയാണോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ബസ്മതി റൈസ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്, ഡിന്നർ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേ റൂസ്റ്റിലെടുത്തിട്ടുണ്ട്. റൂസ്റ്റിൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സോസേജ്, അതിന് റൂസ്റ്റിലെന്ന് ഇറ്റലിയിൽ പറയുക. അപ്പോൾ അത് ഫോർമാജി വെച്ചിട്ട് ചീസ് കൊണ്ടുള്ള റൂസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളൂ എന്ന് വെച്ചാൽ ചിക്കൻ്റെ. പിന്നെ കുറച്ച് സബോള, ഗാർലിക്ക്, അതുപോലെ കുറച്ച് ക്യാരറ്റ്, അതേമാതിരി 2 മുട്ട, ഇച്ചിരി ക്യാബേജ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ബസ്മതി റൈസിന് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് സ്റ്റൗ കത്തിച്ച് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഈസിലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ച്, ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഗീലാണ്, നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച്, പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് അതിലോട്ട് സബോളയും അതേപോലെ വെളുത്തുള്ളി, നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സബോളയും വെളുത്തുള്ളി അതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും മൊരിയൊന്നും വേണ്ട. ഇത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. വേഗം തന്നെയാവും, പക്ഷെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടും. ഗ്യാസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് അപ്പം തന്നെ കുറച്ച് ക്യാരറ്റും ക്യൂബ് പോലെ അരിഞ്ഞാണ്, കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞ് ഇത് അഴിച്ച് ചേർക്കുന്നു. അതും കൂടി എലിഞ്ഞായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാബേജ്, ഇപ്പം അത്രയ്ക്ക് വേവില്ല, അതുകൊണ്ട് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ടെല്ലാം കൂടി മിക്സായി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കൂടുതൽ തീ വെക്കരുത്. പെട്ടെന്ന് തന്നെ സബോളൊക്കെ പെട്ടെന്ന് മുരിഞ്ഞു പോകും. പിന്നെ എനിക്ക് ആവശ്യം ഉപ്പ്, റൈസിൽ ഉപ്പിട്ടുണ്ടായിരുന്നു, ഇതിന് ആവശ്യമുള്ള വെജിസിന് ആവശ്യമുള്ള ഉപ്പാണ് ഇടുന്നത്. പിന്നെ സോസേജിലും അല്ലെങ്കിൽ റോസ്റ്റിലും കുറേശ്ശെ ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിടുക. നന്നായിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച റോസ്റ്റിലില്ലേ സോസേജ്, ചീസി സോസേജാണ്, അതും കൂടി ചേർക്കുക. അതൊന്നും ചെറുതായിട്ട് ഒന്ന് വേവണം. അപ്പോൾ അതിന് ഇച്ചിരി സമയം പിടിക്കും, ഒരു 5-10 മിനിറ്റ് എന്തായാലും പിടിക്കും. അതൊന്നും കൂടുതൽ മൊരിയല്ല, എന്നാലും ഒരുവിധം വേവണം. അപ്പോൾ അത് ഗീലും വെജിറ്റബിൾസും ഇട്ട് നന്നായിട്ട് ഒന്ന് വരണ്ട രീതിയിൽ മിക്സ് ചെയ്യാം. അതിലേക്ക് 2 സ്പൂണാണ്, ടീസ്പൂൺ അല്ല സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ഈ സ്പൈസസായി ചേർക്കുന്നില്ല, സോൾട്ടും പെപ്പറും മാത്രമാണ് ഇത് ചേർക്കുന്നത്. അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി റോസ്റ്റിലൊക്കെ വെന്ത് മൊരിഞ്ഞ് വരണം. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ട നടുക്കിന്ന് മാറ്റി വെക്കുമ്പോൾ അതിനടുത്ത് നമുക്ക് കുറച്ച് എണ്ണ തെളിയില്ലേ, അതിലോട്ട് ആണ് കിട്ടുക. അപ്പോൾ വേഗം നടുക്ക് നമുക്ക് മുരിഞ്ഞ് കിട്ടും. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് എഗ്ഗ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നന്നായി നടുക്ക് ആദ്യം മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ടൊന്ന് കുറേശ്ശെ ഒന്ന് മുരിഞ്ഞ് വെന്ത് വരുമ്പോൾ ബാക്കിയെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം. വേഗം തന്നെ ആയിക്കോളും. എപ്പോഴും ഫ്ലെയിം മാക്സിമം കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമല്ല, അന്നം ഹൈ ഫ്ലെയിമും അല്ലെങ്കിൽ മീഡിയം ലെവലിൽ ഫ്ലെയിം വയ്ക്കുക. കാരണം ഓൾറെഡി നമ്മുടെ ബാക്കിയെല്ലാം മുരിഞ്ഞതാണ്. അപ്പോൾ ഇനി എഗ്ഗ് മാത്രം ആയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെയിം വയ്ക്കുക. അത് നന്നായിട്ട് എഗ്ഗ് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി സോസ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് പിക്കാൻറ്റാണ് മേടിക്കുന്നത് വെച്ചാൽ ഇച്ചിരി എരിവുള്ളത്, എന്നാൽ ഭയങ്കര എരിവല്ല, ആവശ്യത്തിന് ചെറിയൊരു എരിവ്. അതിൽ നമ്മൾ പെപ്പർ ഇട്ടിട്ടുണ്ട്,
എന്നാലും ഈ സോസിന് ചെറിയൊരു എരിവുണ്ട്. വേറെ സോസസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, ടൊമാറ്റോ സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടി നന്നായിട്ട് എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ബാസ്മതി റൈസും ഇപ്പം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. 2 കപ്പ് ബാസ്മതി റൈസാണ്. അത് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ്. ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് തന്നെ വേവിച്ച് അത് ചെറിയ ലൈറ്റ് യെല്ലോ കളർ അതിൽ പട്ട ഗ്രാമ്പു ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചൂറ്റി വെച്ചത്. അതും കൂടി ഇതിന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. റൈസ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത എല്ലാം കൂടി മിക്സായി വന്ന് നന്നായിട്ട് ഫുള്ളായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചോറും അതേപോലെ തന്നെ നേരത്തെ വഴറ്റിയത് പൊടിയുള്ള എല്ലാ കാര്യങ്ങളും ഇനി മിക്സായി സെറ്റാവണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. താഴെ നിന്ന് മുകളിലോട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇത് മതി നമുക്ക്. ഇനി അവസാനം നമുക്ക് ഇതിന് മേലെ കുറച്ചും കൂടി ഗീ കുറവുള്ള പോലെ തോന്നി എനിക്ക്. അപ്പോൾ 2 സ്പൂൺ 1 സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിനി അത് മിക്സ് ചെയ്യാം. നന്നായിട്ട് റൈസായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റ് വരും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം സ്പൈസിൻ്റെ ആവശ്യമില്ല. ഡിന്നറിന് പെർഫെക്റ്റ് റെസിപ്പിയാണ്. നമുക്കിതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഇത്തിരി സോസും കൂടി ആഡ് ചെയ്താൽ പെർഫെക്റ്റാണ്. ഈ റൈത്ത കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും വൈകുന്നേരം റൈത്ത കഴിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സോസും ടൊമാറ്റോ സോസും റൈസും ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ റൈസ് സെറ്റായി. ചൂടുണ്ടാ ക്ഷമ്മിയാണോ? ഇഷ്ടായ?